രോഗങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിലും അതുതന്നെയാണ്. ഈ പുതിയ കണക്കുകൾ അനുസരിച്ച് 2025 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ രാ 25 മുതൽ 30% പുതിയ കേസുകളാണ് ബ്രസ്റ്റ് ക്യാൻസേഴ്സിൻ്റെത് കണ്ടെത്തിയിട്ടുള്ളത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ബ്രസ്റ്റ് ക്യാൻസറിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാമെന്നും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ആദ്യം ശരീരം നേരത്തെ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും കണ്ടെത്തിയാൽ ഏതു തരം ചികിത്സകളാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും അത് ചികിത്സിക്കാതെ വിട്ടാലുള്ള കോംപ്ലിക്കേഷൻസ് എന്താണെന്നും ഈ വീഡിയോ വഴി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്ബാൽ, ചങ്ങമ്പള്ളി, ചീഫ് ഫിസിഷ്യൻ, ചങ്ങമ്പള്ളി വൈദ്യഭവൻ ആൻഡ് ക്യാൻസർ കൺസൾട്ടൻറ്റ്, ചങ്ങമ്പള്ളി റെമേഡിയ. എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രസ്റ്റിൽ വരുന്ന രണ്ട് ബ്രസ്റ്റിൽ ഏതെങ്കിലും ഒന്നിലും ഏതിൽ ഭാഗത്തായാലും വരുന്ന മുഴകളായിട്ടാണ് ഇത് സാധാരണയായി പ്രത്യക്ഷപ്പെടാറുള്ളത്. പലപ്പോഴും അപൂർവമായിട്ടെങ്കിലും മുഴകളൊന്നും കാണാതെ ജനറലൈസ്ഡ് പെയിൻ ആയിട്ട് കാണാം. അതുമല്ലാതെ ചില സമയങ്ങളിൽ കക്ഷത്തിലുള്ള മുഴകളോ ഷോൾഡർ പെയിനോ കൈകൾക്ക് വേദനയോ കഴുത്തിന് വേദനയോ ആയിട്ടും ഈ ബ്രസ്റ്റ് ക്യാൻസർ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത് ശരീരം വളരെ നേരത്തെ കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. അതുകൂടാതെ ബ്രസ്റ്റ് ക്യാൻസറിൽ ഏതൊക്കെ തരം ആളുകളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഫാമിലി ഹിസ്റ്ററി വളരെ പ്രധാനമാണ്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ ഫാമിലി ഹിസ്റ്ററി കാരണം മീൻസ് ജനറ്റിക്കലി വരുന്ന ക്യാൻസേഴ്സിൽ ഒരെണ്ണമാണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രാക്ക എന്ന ടെസ്റ്റ് വഴി ഇത് കണ്ടുപിടിക്കാൻ കഴിയും. എന്നാലും എല്ലാവരിലും അത് ഫലപ്രദമായിട്ട് കണ്ടിട്ടില്ല. ബ്രാക്ക നെഗറ്റീവ് ആയതിനു ശേഷവും ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ള പേഷ്യൻസ് എൻ്റെ അടുത്ത് ധാരാളമുണ്ട്. പിന്നെ മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ 30 വർഷത്തെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നോക്കിയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് കണ്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒന്ന് ഇറഗുലർ മെൻസ്ട്രൽ പീരീഡ്സ്, PCOD, അതുപോലെ തന്നെ അബോർഷൻ്റെ ഹിസ്റ്ററി ഉള്ളവർ, പിന്നെ ഹോർമോൺ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് ഗുളികകൾ എടുക്കുന്നവർ, ഇത്തരം ആളുകളിലെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ കൂടുതൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മത്സ്യമാംസങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ, അതുപോലെ അരി ഭക്ഷണവും മധുരവും വളരെയേറെ കഴിക്കുന്നവരിൽ, ഇതെല്ലാം നോർമലായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ ബിരുദാഹാരങ്ങൾ കഴിക്കുന്നതിൽ അതിലൊരു പ്രധാനപ്പെട്ട സാധനമാണ് തൈര്, മുട്ട, പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മാംസം ഇവ ഒരേ ടേബിളിൽ കഴിക്കരുത് എന്നുള്ളതാണ് ആയുർവേദത്തിൽ പറയുന്ന ബിരുദാഹാരത്തിൻ്റെ തിയറി. ഈ ബിരുദാഹാരത്തിൻ്റെ തിയറി ശരിയല്ല എന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ സൂക്ഷ്മാവസ്ഥയിൽ ഇതിൻ്റെ മൈക്രോബയോളജിക്കൽ സ്റ്റഡീസിൽ പറയുന്നത് ഈ ബിരുദാഹാരത്തിൻ്റെ എന്ന കൺസെപ്റ്റും അത് രോഗം ഉണ്ടാക്കുന്നു എന്നുള്ള കൺസെപ്റ്റും ശരിയാണെന്നാണ്. കാരണം നമ്മുടെ ബോഡിയിൽ ഒരു സിർക്കാഡിയൻ ക്ലോക്ക് ഉണ്ട്. സിർക്കാഡിയൻ ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിൻ്റെ ഓരോ ഫങ്ഷൻസും ഏത് ടൈമിൽ എപ്പോഴും എങ്ങനെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട്. ഇപ്പം BP ആയാലും ഷുഗർ ആയാലും രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം നോക്കുന്നതിന് വ്യതിയാനമുണ്ട്. അതുപോലെ ഹോർമോൺസ്, നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസിൻ്റെ ടൈമിങ്ങിലും വ്യത്യാസമുണ്ട്. ചില ഹോർമോണുകൾ ശരീരത്തിൽ കൂടുതൽ നിൽക്കുന്ന സമയത്ത് ഒരു ഭക്ഷണം അതിൻ്റെ കൂടെ മറ്റ് ഭക്ഷണങ്ങളും കൂടി കഴിക്കുമ്പോൾ ഇവയുടെ അബ്സോർപ്ഷൻ, ഒന്നിൻ്റെ അബ്സോർപ്ഷനിൽ ചില സാധനങ്ങൾ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രൂട്ട്, അതിൽ വൈറ്റമിൻ സിയും ഡിയും ഇയും എല്ലാം ഉണ്ടാവായിരിക്കാം. അടുത്ത ഒരെണ്ണം കഴിച്ചു, അതിൻ്റെ ഒരെണ്ണം പകുതി അബ്സോർബ് ചെയ്യുന്ന സമയത്തായിരിക്കും വേറൊന്ന് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ പാലും പുളിയും ഉണ്ടാവുമ്പോഴുള്ള പ്രശ്നം എങ്ങനെയാണ്? വൈറ്റമിൻ സിയും ഇതിലുള്ള പാലിലുള്ള കണ്ടൻറ്റും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇതിൽ ഒരെണ്ണം അബ്സോർബ് ചെയ്യണതിന് വേറൊന്നും തടസ്സമാവുകയും അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് വെസൽസ് പിന്നെ ഒരു ചാനലാണെന്ന് നമുക്കറിയാം, നെർവസ് സിസ്റ്റം ഒരു ചാനലാണെന്ന് അറിയാം. ഇത്തരം ചാനലുകളിൽ കൂടാതെ ഓരോ പ്രോട്ടീൻ ചാനൽ ഇതുപോലെ ഒരുപാട് ചാനൽസ് ഉണ്ടെന്നാണ് ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ്. അതനുസരിച്ച് ഈ ചാനലുകളിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കാനും ഇത്തരം ബിരുദാഹാരങ്ങൾ കാരണമാവാറുണ്ട്. അതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ
മറ്റ് ക്യാൻസറുകളെ പോലെ തന്നെ മറ്റ് രോഗങ്ങളെ പോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിലും ഇതുപോലെ ബിരുദാഹാരങ്ങൾ കഴിക്കുന്നവർക്ക് ഈ ക്യാൻസേഴ്സ് കൂടുതൽ വരുന്നത് നമ്മുടെ ദൈനംദിന പ്രാക്ടീസിൽ നോക്കുമ്പോൾ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് നിന്നുള്ള ഹിസ്റ്ററികൾ എടുക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെ ഒന്നാണ് ഓവർ ഈറ്റിംഗ്. ഒരു ഭക്ഷണം കഴിച്ച് അത് ദഹിക്കുന്നതിന് മുമ്പ് അടുത്ത ഭക്ഷണം കഴിക്കുന്നത്. അത് ബ്രസ്റ്റ് ക്യാൻസറിന് മാത്രമല്ല, പിന്നെ വയറുള്ള ക്യാൻസറിനും ഇത് തന്നെ ഒരു കാരണമാണ്. പിന്നെ ഈ ഇടയായിട്ടാണ് പിന്നെ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ള കേസുകൾ പഠിച്ചു നോക്കിയപ്പോൾ അബോർഷനുള്ള ആളുകൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു സാധ്യത കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതും ഒരു കാരണമാണ്. പിന്നെ അതുകൂടാതെ മുലയൂട്ടാൻ കഴിയാത്ത അമ്മമാർ, കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഒരു 2 വയസ്സ് വരെയെങ്കിലും മുലയൂട്ടൽ നടത്തേണ്ടതാണ്. അതിന് കഴിയാത്ത പല സാഹചര്യങ്ങൾ കൊണ്ടോ വേറെ എന്തെങ്കിലും കാരണത്താൽ മുലയൂട്ടാൻ കഴിയാത്ത അമ്മമാർ, അവരിലും ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തിയാൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ ഈ കാര്യം പറയുമ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന രക്ഷപ്പെട്ട ഒരു പേഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ വന്ന് രക്ഷപ്പെട്ട ആ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുമ്പോൾ അവരെന്നോട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജിലാണ് അവരെത്തിയത്. അവരെന്നോട് ചോദിച്ചു, അവരാദ്യം കണ്ടത് ഒരു ലംബായിട്ടാണ്. അവർ കുളിക്കുമ്പോൾ കയ്യിൽ ഒരു ലംബ് ബ്രസ്റ്റിൽ ഫീൽ ചെയ്യും. പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ അടുത്ത് പോവുകയും അതിനടുത്തടുത്ത കോൺസിക്വൻറ്റ് ഡേയ്സിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്യുകയും ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കി ലംബ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയൊന്നുമില്ല എന്ന് പറഞ്ഞ് 2 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്ക് അടുത്ത ബ്രസ്റ്റിൽ വന്നിരുന്നു, കക്ഷത്തിലും വന്നിരുന്നു. ഇതിനിടയിൽ ഇവർ കീമോതെറാപ്പിയും റേഡിയേഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ട്യൂമർ മാർക്കേഴ്സായ HER2 പിന്നെ അതുപോലെയുള്ള ടെസ്റ്റ് ERPR ഇതെല്ലാം അവരിൽ നെഗറ്റീവായിരുന്നു. അത് കാരണം ഒരു കീമോതെറാപ്പി എല്ലാം ചെയ്തിരുന്നു. ഇതെല്ലാം ആയിട്ട് പോലും പേഷ്യൻറ്റിന് റിക്കറൻസ് വന്നു. വീണ്ടും 2 മാസത്തിനുള്ളിലാണ് മറ്റേ ബ്രസ്റ്റിൽ വന്ന് ലിംഫ് നോഡ്സിൽ വന്നു. പിന്നീട് അവർ ഓരോരോ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും എല്ലാം ചെയ്തിട്ടും എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് പേഷ്യൻറ്റിന് ബോണിലും ബാധിച്ചിട്ടുണ്ടായിരുന്നു, ബ്രെയിനിലും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്നോട് ചോദിച്ചു, ഡോക്ടറെ എൻ്റെ തെറ്റ് എന്താണ്? നിങ്ങളെല്ലാവരും പറയാറുണ്ട് ഏർലി ഡിറ്റക്ഷൻ. എൻ്റെ കേസിൽ ഏർലി ഡിറ്റക്ഷൻ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും ഈ രീതിയിൽ ക്യാൻസർ എന്നെ കാർന്നു തിന്നാൻ എന്താണ് കാരണം? അപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള മറ്റ് കേസുകളെക്കുറിച്ച് ആലോചിച്ചത്. പലപ്പോഴും ഏത് ചികിത്സ തിരഞ്ഞെടുക്കണം, എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നും ഈ കൺഫ്യൂഷന് ആക്കം കൂട്ടുന്ന രീതിയിൽ പല ആളുകളും പല അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെയും കുഴപ്പങ്ങൾ കാരണം രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ അവർ പോലും രക്ഷപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ഏർലി എന്ന് പറഞ്ഞാൽ അത്രയും നേരത്തെ അവർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ട്യൂമർ എടുത്ത് മാറ്റുമ്പോൾ മാർജിൻസ് ഫ്രീ ആയിരുന്നു. മാർജിൻസിൽ ക്യാൻസർ ഇല്ല എന്ന് വെച്ചാൽ ട്യൂമർ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ട്യൂമർ സെൽസ് ഇല്ലെങ്കിലാണ് നമ്മൾ മാർജിൻ ഫ്രീ ആയിട്ടാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അപ്പോൾ അടുത്ത സെല്ലുകൾക്ക് പകരാനുള്ള ഒരു സാധ്യത കുറവാണെന്നാണ് കാണിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ അവിടെ ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ നിസ്സഹായാവസ്ഥയ്ക്ക് എങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെ പേഷ്യൻസിനെ സഹായിക്കാമെന്നാണ് ആയുർവേദ ചികിത്സ വഴി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത്തരം അവസ്ഥകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം നമുക്കിപ്പോൾ എപ്പോഴും കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റിലേക്കായിരിക്കും ആളുകൾ കൂടുതലും പോകുന്നത്. കഴിഞ്ഞ് ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ആവശ്യം തന്നെയാണ്. സർജറി ആവശ്യമാണ്, കീമോതെറാപ്പിയോ റേഡിയേഷനോ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർ കീമോ റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അവർക്ക് റേഡിയേഷനോ മറ്റുള്ളതും ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞ ഉടനെയെങ്കിലും ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതാണ്. ഇത് പ്രിവെൻഷന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത്തരം ആളുകൾ ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് ക്യാൻസറിൻ്റെ ആദ്യത്തെ സർജറിയും കീമോതെറാപ്പിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം വരികയും അത് കഴിഞ്ഞ് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും സുഖമായിട്ട് ജീവിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. 17 വർഷം എൻ്റെ അടുത്ത് വന്ന് ക്യാൻസറിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നു ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ഉള്ളത് 17 വർഷമായി. അവർ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റേജിലായിരുന്നു അവർ വന്നിരുന്നത്. ആ പേഷ്യൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവർക്ക് ആദ്യം ഒരു ബ്രസ്റ്റിൽ വന്നു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സർജറി കഴിഞ്ഞു. കീമോതെറാപ്പി ചെയ്തപ്പോഴത്തേക്ക് കീമോ റെസിസ്റ്റൻസ് ആയിരുന്നു, അവർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി. പിന്നെ അതിനിടയിൽ അവർ വളരെ തീർത്തും ആവശ്യമായി 5-6 ദിവസമൊക്കെ പോവുള്ളൂ എന്നുള്ളൊരു കോംപ്ലിക്കേറ്റഡ് സ്ഥിതിയിൽ വന്നു. ആ അവസ്ഥയിലാണ് നമ്മളെടുത്ത് വന്നിട്ട് ട്രീറ്റ്മെൻറ്റിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും മാറി ഇപ്പോൾ 17 വർഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതെന്നുള്ളതാണ്
നമുക്ക് നോക്കാം. എന്താന്ന് വെച്ചാല് പലപ്പോഴും ഒരു ക്യാൻസർ വരുമ്പോ നമ്മളിപ്പോ ബ്രസ്റ്റിലാണെങ്കിൽ ആ ബ്രസ്റ്റിലെ ക്യാൻസർ വന്നു കഴിയുമ്പോ ആ ലംബം അങ്ങട് എടുത്ത് കളയുമ്പോ നമ്മൾ ആ ലംബ് മാത്രമേ എടുക്കുന്നുള്ളൂ. ആ മുഴ, ആ ഒരു സാധനം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് അങ്ങനെ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ വരാനുള്ളൊരു കാരണമുണ്ട് നമ്മുടെ ബോഡിക്ക്. ഇപ്പൊ നമ്മളൊരു ചെടിയുടെ കാര്യം, മണ്ണിന്ന് ഒരു ചെടി മുളച്ച് പൊങ്ങി വരുമ്പോ നമ്മൾ അതിന്റെ മേലെ അങ്ങ് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് അടിയിൽ നിന്ന് തന്നെ അത് വന്നുകൊണ്ടിരിക്കും. അതിനെ റൂട്ട് ഔട്ട് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കാം കീമോതെറാപ്പിയും റേഡിയേഷനും ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ചെടിയുടെ ഒരു മെറ്റഫർ തന്നെ എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത്തിരി തീയിടാം, റേഡിയേഷൻ പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ. അതല്ലെങ്കിൽ നമുക്ക് അവിടെ ഇത്തിരി എന്തെങ്കിലും കെമിക്കൽസ് ഒഴിച്ചിട്ട് പിന്നെ നമുക്കതിനെ ഇല്ലാതാക്കാം. പക്ഷേ ഇത് എത്രത്തോളം മണ്ണിലേക്ക് ഇറങ്ങി ചെന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അടുത്ത അതേ ഏരിയയിൽ വേറൊരു ഭാഗത്ത്, ആ ബോഡിയുടെ തന്നെ വേറൊരു ഭാഗത്ത് അടുത്ത ക്യാൻസറായിട്ട് വരാം. അപ്പോൾ ഈ ഒരു ടെൻഡൻസി ബോഡിയിൽ മാറ്റാനുള്ള ചികിത്സകളാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന പോലെ ആൻറ്റിബോഡി തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി ഇതൊന്നും അത്ര നിസ്സാരമല്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരുപാട് ആസ്പെക്ട്സ് നോക്കാനുണ്ട്. നമ്മൾ എല്ലാ പേഷ്യൻസിനും കയറിയിട്ട് ഏതെങ്കിലും ഒരു മെഡിസിൻ കൊണ്ട് ഒരിക്കലും ഇമ്മ്യൂണിറ്റി ലഭിക്കില്ല. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ജന്മനാ ഉള്ളതും അക്വയർഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയും ഉണ്ട്. അപ്പോൾ ജന്മനായുള്ള ഇമ്മ്യൂണിറ്റിക്കാണ് തയ്യാറെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് അത് മെഡിസിനും ഇതൊക്കെ കൊടുത്ത് കൂട്ടാവുന്ന തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിനൊക്കെ ആയുർവേദത്തിൽ ഇതിൻ്റെതായ ലക്ഷണങ്ങളും ക്വസ്റ്റനെയറും എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് പേഷ്യൻ്റ് ഏത് മെഡിസിൻ വേണമെന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ റൂട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡീടോക്സിഫിക്കേഷനാണ്. കാരണം നമ്മളെ ബോഡിയിൽ നമ്മൾ അതുവരെ ജീവിച്ച കാലഘട്ടം കൊണ്ട് നമ്മൾ കഴിച്ച മരുന്നുകൾ വഴി, ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് മരുന്നുകൾ എടുക്കുന്നുണ്ട്. ഈവൻ പാരസെറ്റമോൾ അടക്കമുള്ള പല മരുന്നുകളുടെയും സൈഡ് എഫക്ട്സ് നമുക്കറിയാം. ആവശ്യത്തിന് എടുക്കാം, പക്ഷേ ഡോക്ടർ നിർദ്ദേശപ്രകാരം അതല്ലാതെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റീസൺ ചോദിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ചിലരെങ്കിലും ചോദിക്കുന്നത് നിങ്ങൾ കഷായം കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. കഷായം ഒരിക്കലും ഇത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള കാരണമല്ല. അതുപോലെ തന്നെ പാരസെറ്റമോൾ അതും എല്ലാവർക്കും ക്യാൻസർ ഉണ്ടാക്കേണ്ട കാരണമല്ല. പക്ഷേ ഏതളവിൽ എപ്പോൾ കഴിച്ചു, അനാവശ്യമായിട്ട് കഴിച്ചോ, ഇതൊക്കെയാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് തരം ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് നമുക്കൊരു എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ബോഡിയിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു വിട്ടുമാറാത്തൊരു വേസ്റ്റ് പ്രോഡക്ട്സ് നമ്മൾ ബോഡിയിൽ കിടക്കുന്നുണ്ടാവും. ഈ വേസ്റ്റ് പ്രോഡക്ട്സിനെ ബോഡിയിൽ നിന്ന് നീക്കുന്നതാണ് ഡീടോക്സിഫിക്കേഷൻ തെറാപ്പി. ഇതിന് ആയുർവേദത്തിൻ്റെ ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് പ്രാക്ടീസിൽ വരുമ്പോഴാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ആചാര്യന്മാർ ഇതൊക്കെ അവർ പഠിച്ചിട്ടും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നുണ്ടല്ലോ എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് സ്നേഹപാനം. സ്നേഹപാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നിശ്ചിത അളവിൽ ഒരു മെഡിസിന് രാവിലെ പേഷ്യൻറ്റിന് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ അത് കൊടുത്ത് ഒരു 30 ml മുതൽ 210 ml വരെ കൊടുക്കും. 210 ml വരെ ഒരു ദിവസം 210 ml എന്നുള്ള ആ റീച്ച് എത്തുന്നവരെയൊക്കെ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞ് പ്രത്യേക രീതിയിലുള്ള ചികിത്സകളെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഡീടോക്സിഫിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ ഒരു നോമിനൽ ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. മെഡിസിനാണ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊപ്പം ബാക്കിയുള്ള എല്ലാ പാരാമീറ്റേഴ്സും ബ്ലഡിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ പോകും. എന്നിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ബോഡി ഡീടോക്സിഫിക്കേറ്റഡ് ആവും. പിന്നെ നമ്മളിപ്പോൾ കീമോതെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടുള്ള കാര്യങ്ങൾ അതും പോയി കിട്ടും. അല്ലാതെ തന്നെ ബോഡിയിൽ ക്യാൻസർ വരാനുള്ള ടെൻഡൻസി കൂടി ഇതോടെ ഇല്ലാതാവും. ഇത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സയാണ്. ഇതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. സെക്കൻഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ട്യൂമർ സെൽസ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ സെല്ലുകൾ അനിയന്ത്രിതമായി പെരുകയാണ്. പെരുകി കഴിഞ്ഞിട്ട് ഈ സെല്ലുകൾക്ക് ഒരു പണിയുമില്ല, പ്രത്യേകിച്ചൊരു പണിയില്ലാത്ത സെല്ലുകളാണ് ഈ പെരുകുന്നത്. ഈ പെരുകിയ സെല്ലുകൾ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അപ്പോപ്റ്റോസിസ് എന്ന് പറയും. നമ്മളൊരു നിശ്ചിത അളവ് സെല്ലുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ കഴിഞ്ഞാൽ ഈ സെല്ലുകൾ നശിച്ചു പോകണം. പക്ഷേ ഇവിടെ ഈ സെല്ലുകൾ നശിക്കുന്നില്ല. അപ്പോൾ അപ്പോപ്റ്റോസിസിനെ കൺട്രോൾ ചെയ്യണ രീതിയിൽ മോഡേൺ റിസർച്ച് പ്രകാരം തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് ഹെർബ്സ് ഉണ്ട്. പിന്നെ അതിൽ ഹെർബൽ മെഡിസിൻസ് ഉണ്ട്. അന്ന് ആയുർവേദത്തിൽ പണ്ട് പറഞ്ഞിരുന്ന കുറേ മിനറൽസും ഉണ്ട്. ഈ മെഡിസിൻസ് ഇതിൻ്റെ ഒരു നിശ്ചിത അളവിലും അതിൻ്റെ രീതിയിലും പ്രിപ്പയർ ചെയ്ത് കൊടുക്കലാണ് അടുത്ത മെത്തേഡ്. അതാണ് ട്യൂമർ സെല്ലുകളെ ഇല്ലാതാക്കാനുള്ള മെത്തേഡ്. ഇതിൻ്റെ കൂടെ ഇടയ്ക്കിടെ ഈ ഡീടോക്സിഫിക്കേഷൻ കൂടി ചെയ്യുന്നത് കൊണ്ടും പിന്നെ ഈ മരുന്നിൻ്റെ എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പിൻ പോയിൻറ്റഡ് ആയിട്ട് പിന്നെ ഉള്ള റിസർച്ച് വഴിയും
ഇപ്പോൾ പഴയ കാലത്ത് ഏത് റിസർച്ച് വഴിയാണ് അവർ കണ്ടെത്തിയതെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ പിൻ പോയിന്റഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഈ മെഡിസിൻ ഇന്റേണലായിട്ട് കൊടുക്കലാണ് അടുത്ത മെത്തേഡ്. പിന്നെ അത് കൂടാതെ നമ്മൾ ബോഡിയിൽ മൊത്തത്തിൽ ഓയിലുകളും ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന ഓയിലുകളുണ്ട്. പിന്നെ പച്ചമരുന്നുകളുടെ പേസ്റ്റുകളുണ്ട്. ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത് വരാനുള്ള ടെൻഡൻസിനെയാണ് നമ്മളവിടെ ഇല്ലാതാക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് അവയവങ്ങൾ സാധാരണയായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിയുമ്പോൾ നമുക്ക് ബ്രസ്റ്റിൽ നിന്ന് അങ്ങനെ ഡയറക്റ്റ് പിന്നെ ഉള്ള സ്പ്രെഡ് വഴി ചെസ്റ്റ് ബോണിലേക്ക് വരാം. അതല്ലാതെ തന്നെ വേറെ രീതിയിൽ ബോണിൽ വരാം, ലങ്സിൽ വരാം, ബ്രെയിനിൽ വരാം. ഇങ്ങനെയുള്ള ഈ ഇൻറ്റേർണൽ ഓർഗൻസിനെ ഓരോ ഓർഗൻസിനെയും പവർഫുൾ ആക്കാനുള്ള ട്രീറ്റ്മെൻറ്റും അതിനൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുമാണ് ഈ ആയുർവേദ ചികിത്സയിൽ നമ്മൾ കൊടുക്കുന്നത്. ഇത്തരം ചികിത്സകൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മൾ ഇത്തരം ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ നമ്മൾ ഇന്ന് പേടിക്കുന്ന പോലെ പേടിക്കേണ്ടതില്ല. ഒരിക്കലെങ്കിലും ക്യാൻസർ വന്നിട്ടുള്ള ആളുകൾ മറ്റ് ചികിത്സകൾ കൺവെൻഷണൽ മെത്തേഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത്രയും എന്താ പറയുക സേഫ് അല്ല എന്ന് മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന ആളുകൾക്ക് ഉള്ള മീൻസ് പലപ്പോഴും സർജറി ആണല്ലോ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതിൽ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ഞാനൊരു സിംഗിൾ റെമഡി കൂടി പറയുകയാണ്. അത് ഇൻ്റർനാഷണൽ ജേർണൽസിൽ വന്നിട്ടുള്ള ഒരു മെഡിസിൻ ഉള്ളത് മഞ്ഞൾപ്പൊടിയാണ്. പക്ഷേ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ എടുക്കുമ്പോൾ പലരും ഇത് കേട്ടിട്ട് തോന്നിയ പോലെ എടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഡോസ് നിശ്ചയിക്കാതെ എടുക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ER എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ്, അതുപോലെ HER2 ഇതൊക്കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇതിൽ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് നോക്കിയിട്ട് മാത്രമേ ഈ മഞ്ഞൾപ്പൊടി പോലും എടുക്കാൻ പാടുള്ളൂ. അത് പല പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട് ഞങ്ങൾ മഞ്ഞൾപ്പൊടി കഴിക്കുന്നുണ്ട്, പക്ഷെ അതത്ര സേഫ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വാർണിംഗ് തരുന്നത്. പക്ഷെ നമുക്ക് എടുക്കാവുന്ന ഒരു മെഡിസിൻ ഉള്ളത് നെല്ലിക്കയാണ്. നെല്ലിക്ക ഒരു ദിവസം 10 എണ്ണം വരെ കഴിക്കാവുന്നതാണ്. 3 നേരം വെച്ചിട്ട് നെല്ലിക്ക ജ്യൂസാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ വൈറ്റമിൻ സി അതിൽ നിന്ന് നന്നായിട്ട് അബ്സോർപ്ഷൻ കിട്ടുന്നത് കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്ന പേഷ്യൻസിൽ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. പിന്നെ വരാത്ത പേഷ്യൻസിൽ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെൻസ്ട്രുവേഷൻ കറക്റ്റായിട്ട് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്കിൻ ടെക്സ്ചർ ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. സ്കിന്നിലുള്ള ഡിസ്കളറേഷൻസും പിന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറിയിട്ട് റഫ്നെസ് വരുന്നതും ഇല്ലാതെ മീൻസ് അത് കാണുമ്പോഴും നമുക്കിതിൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ ഭാവിയിൽ വരാനുള്ള ഭയങ്കര റഫ് സ്കിന്നായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു സൂചന കാണിക്കുന്നതാണ്. അപ്പോൾ അത്തരം സ്കിൻ ടെക്സ്ചേഴ്സ് കറക്റ്റായിട്ട് വെക്കാനുള്ള എണ്ണത്തെപ്പ്, കുളി മുതലായ കാര്യങ്ങൾ ചെയ്യുന്നതും ഒരു പരിധിവരെ ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാൻ ഉതകുന്നതാണ്. പക്ഷെ മെൻസ്ട്രൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഫുഡും പിന്നെ എൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് വളരെ അത്യാവശ്യമാണ്. മെൻസ്ട്രൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഡിസ്മെനോറിയ ആയാലും പീരിയഡ്സിൻ്റെ ടൈമിലുള്ള പെയിൻ എന്ന് പറയുമ്പോൾ ഗർഭപാത്രത്തിലേക്ക് വേണ്ടത്ര സർക്കുലേഷൻ ഇല്ലാതിരിക്കുന്നതാണ്. അതേസമയം അവിടെ ഹോർമോൺസിലുള്ളൊരു ഇംബാലൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഓവർ ബ്ലീഡിങ് ആണെങ്കിലും അവിടെ ഒരു ഹോർമോണിൻ്റെ ഇംബാലൻസ് ആണ് കാണിക്കുന്നത്. മെനോറിയ എന്ന് പറയുമ്പോൾ ടൈം തെറ്റിയിട്ട് വരുന്ന മാസമുറകളും ഈ ഹോർമോണിൻ്റെ ഇംബാലൻസ് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നേരത്തെ ചികിത്സിക്കുകയും അതിന് വേണ്ടത്ര പ്രാധാന്യത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.